വികസന രംഗത്ത് വലിയ ഉയർച്ചയിലേക്കൊന്നും ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഏറ്റവും മികച്ച ക്യാമ്പസാക്കി മാറ്റാനുള്ള വലിയ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞാൻ സെമിനാറിന്റെ ഉദ്ഘാടന വേദിയിലുള്ള നിസ ടീച്ചറും വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ ചൂടിന്റെ കാഠിന്യം കൊണ്ടിങ്ങനെ കയ്യിലുള്ള പേപ്പർ കൊണ്ടിങ്ങനെ വീശിക്കൊടുക്കുമ്പോൾ ഞാൻ ആ ചെയറിലിരുന്ന് സ്വപ്നം കണ്ടത് ഏറ്റവും അടുത്ത നാളുകളിൽ ഒരു മനോഹരമായ AC ഓഡിറ്റോറിയം നമ്മുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. നമുക്കൊരു 1-2-3 വർഷം കഴിയുമ്പോൾ തീർച്ചയായും ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്ന് ആരും തന്നില്ലെങ്കിൽ 1 കോടി കയ്യിലുള്ളപ്പോ 50 ലക്ഷം നൽകി ഇതിന്റെ ആദ്യത്തെ തുടക്കത്തിൽ കൂടെ നിന്ന ഒരാളെന്ന നിലയ്ക്ക് MLA ഫണ്ടിൽ നിന്ന് പോലും ഒരു ഓഡിറ്റോറിയത്തിന് ഫണ്ട് തരാൻ ഞാൻ റെഡിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം നിങ്ങളുടെ ഈ 2 days നാളെയുടെ ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ മികച്ച അടയാളങ്ങൾ രേഖപ്പെടുത്തേണ്ട നിങ്ങളുടെ മുമ്പിൽ തിരുത്തലുകളും പഠനങ്ങളും സംവാദങ്ങളുമായി കടന്നു പോകുന്ന 2 ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ അവர்களுം നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ പിറവി 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട വേദനാജനകമായ അവസ്ഥ, അന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ഭൂമിശാസ്ത്രപരമായി വൈജാത്യം, ഈ വിശാലമായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂമിക, ഇവരെങ്ങനെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയുടെ സമർപ്പണ സമയത്തൊക്കെ ലോകം മുഴുവനും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു.